രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ കേസുകളിലും ജാമ്യം ലഭിച്ച് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് പുറത്തിറങ്ങിയത്. ഇപ്പോൾ രാഹുൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ ഒന്നും തന്നെ വീണ്ടും അദ്ദേഹം സജീവമായിട്ടില്ല എന്നുണ്ടെങ്കിലും താൽക്കാലികമായിട്ട് അദ്ദേഹത്തിന് ഒരു ആശ്വാസമായിരുന്നു എല്ലാ കേസുകളിലും ജാമ്യം ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ജാമ്യ ഉപാധികൾ ലംഘിച്ചു. അതിനാൽ കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇതിൽ രണ്ടാമത്തെ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശിനിയെ പീഡിപ്പിച്ചെന്ന കേസിലാണ് ഇപ്പോൾ ജാമ്യ ഉപാധി ലംഘിച്ചു എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നേരിട്ട് ഹാജരാകാനാണ് ഇപ്പോൾ കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. മുൻകൂർ ജാമ്യം റദ്ദാക്കാതിരിക്കുന്നതിന് കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കണം. 27-ന് ഹാജരാകാനാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ടാനിയ മറിയം ജോസിന്റെ നിർദ്ദേശം. അതിജീവിതയെ സ്വാധീനിക്കുവാനോ ഫോണിലൂടെ ബന്ധപ്പെടാനോ പാടില്ലെന്ന ജാമ്യ ഉപാധിയിലുണ്ടായിരുന്നു. എന്നാൽ ഈ മാസം 16-ന് നെടുമങ്ങാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യമൊഴി നൽകിയ പരാതിക്കാരിയെ അടുത്ത ദിവസം രാത്രി 7:23-ന് രാഹുൽ വാട്സപ്പ് കോൾ മുഖേന ബന്ധപ്പെടാൻ ശ്രമിച്ചു. രണ്ടാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചത് രഹസ്യമൊഴി നൽകിയതിന് തൊട്ടടുത്ത ദിവസമായതിനാൽ തന്നെയാണ് ഇപ്പോൾ രാഹുലിനെ കുരുക്ക് മുറുകുന്നത്. രാഹുൽ വിളിച്ചതിന്റെ സ്ക്രീൻഷോട്ട് അടക്കമാണ് പരാതിക്കാരി പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. രാഹുൽ ഫോൺ ചെയ്തപ്പോൾ എടുത്തില്ലെന്നും ഭീഷണിപ്പെടുത്താനാണെന്ന പേടി കാരണം കടുത്ത മാനസിക സംഘർഷം അനുഭവിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഏതായാലും രണ്ടാം പരാതിക്കാരിയുടെ ഈ ഒരു മൊഴി അത് രാഹുലിനെ കുരുക്കായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ജാമ്യ ഉപാധികളാണ് ഇപ്പോൾ ലംഘിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് തന്നെ ജാമ്യം റദ്ദാക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ കല്ലംപള്ളി മനു സമർപ്പിച്ച ഹർജിയോടൊപ്പമാണ് പരാതിക്കാരിയുടെ പരാതിയും മൊബൈൽ ഫോണിന്റെ സ്ക്രീൻഷോട്ടും ഹാജരാക്കിയിട്ടുള്ളത്. രാഹുലിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ പരാതിയോ പരാതിക്കാരിയോ ഇല്ലെന്ന് പ്രതിഭാഗം വാദിച്ചിരുന്നു. ഒരിടത്തും പരാതിക്കാരിയുടെ പേരോ പീഡനം നടന്നു എന്ന് ആരോപിക്കുന്ന തീയതിയോ സ്ഥലമോ വ്യക്തമാക്കാത്തതിനാൽ ഇതിൽ നിന്ന് പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ പ്രേരിതമായ ഗൂഢാലോചനയാണെന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പരാതിക്കാരി മജിസ്ട്രേറ്റിന് മുന്നിൽ നേരിട്ടെത്തി രഹസ്യമൊഴി നൽകിയത്. അതിജീവിതയുടെ പരാതി ലഭിച്ചതിന് പിന്നാലെ രാഹുലിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുകയായിരുന്നു. അതിജീവിതയെ ബന്ധപ്പെടാൻ ശ്രമിക്കരുതെന്ന ജാമ്യ വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഇത് ലംഘിച്ചെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടിയത്. പോലീസിന്റെ അപേക്ഷ പരിഗണിച്ച കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ മാസം 27-ന് ഹാജരാകാനായിരുന്നു കോടതി നിർദ്ദേശിച്ചത്. അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കാതിരിക്കുന്നതിന് കാരണമുണ്ടെങ്കിൽ അന്ന് രാഹുലിനെ കോടതിയിൽ ബോധ്യപ്പെടുത്താം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ജാമ്യ ഹർജി അല്ലെങ്കിൽ രാഹുലിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ജാമ്യം റദ്ദാക്കുമോ എന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ടാനിയ മറിയം ജോസ് ആയിരുന്നു കേസ് പരിഗണിച്ചത്. ഉപാധി ലംഘിച്ചെന്ന് കണ്ടെത്തിയാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം കോടതി റദ്ദാക്കും. രണ്ടാം ബലാത്സംഗ കേസിൽ ഡിസംബർ 10-ാം തീയതിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചത്. ബംഗളൂരു സ്വദേശിനിയായ 23-കാരിയായിരുന്നു രാഹുലിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ളവർക്കായിരുന്നു യുവതി പരാതി നൽകിയത്. കോൺഗ്രസിന് ലഭിച്ച പരാതി പോലീസിന് കൈമാറിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു യുവതിയുടെ പരാതിയിൽ ഉണ്ടായിരുന്നത്. താൻ നേരിട്ടത് ക്രൂരമായ ലൈംഗിക അതിക്രമമാണെന്ന് യുവതി പറഞ്ഞിരുന്നു. വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനം. ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗിക അതിക്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയതെന്നും യുവതി പറഞ്ഞിരുന്നു. തന്റെ ടെലിഗ്രാം നമ്പർ സംഘടിപ്പിച്ച ശേഷമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ താനുമായി അടുപ്പം സ്ഥാപിച്ചതെന്നും അതിജീവിത പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു. അവധിക്ക് നാട്ടിലെത്തിയ തന്നെ ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി നൈനാന്റെ കാറിൽ ഒരു ഹോം സ്റ്റേയിൽ എത്തിച്ചു. അവിടെ വെച്ച് തന്റെ എതിർപ്പ് അവഗണിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതി പരാതിയിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അതൊന്നും തന്നെ തെളിയിക്കാൻ സാധൂകരിക്കുന്ന തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാനായിട്ട് സാധിച്ചില്ല. ഫെനിയെ അടക്കം ചോദ്യം ചെയ്ത് പോലീസ് വിട്ടയക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഏതായാലും പക്ഷേ ഈ ആരോപണങ്ങൾ വലിയ രീതിയിലുള്ള ഒരു കോളിളക്കം തന്നെയായിരുന്നു സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് പിന്നാലെ തന്നെ കൃത്യമായിട്ട് അടുത്ത പരാതിയും ഉയർന്നു വന്നപ്പോഴും താൻ അത്തരത്തിൽ ഒരു പീഡനത്തിനും മുതിർന്നിട്ടില്ല എന്നുള്ളത് തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നത്.
അതിന് പിന്നാലെ തന്നെ ശക്തമായിട്ട് രാഹുലിന്റെ വക്കീൽ കൃത്യമായി വാദിച്ചതിന് പിന്നാലെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യം ലഭിച്ചിരുന്നത്. ഇപ്പോൾ ആ ജാമ്യ ഉപാധികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലംഘിച്ചിരിക്കുന്നു എന്നുള്ള ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവിധ കേസുകളിൽ ജാമ്യം ലഭിച്ചപ്പോൾ കോടതി മുന്നോട്ട് വെച്ച പ്രധാന ഉപാധികൾ അതിജീവിതയെ സ്വാധീനിക്കാനോ ഫോണിലൂടെ ബന്ധപ്പെടാനോ പാടില്ല എന്നതായിരുന്നു. അതിജീവിതയുമായുള്ള സമ്പർക്കം, കേസിലെ പരാതിക്കാരിയെ നേരിട്ടോ ഫോൺ വഴിയോ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. വാട്സ്ആപ്പ് ഫോൺ കോൾ, പരാതിക്കാരിയെ വാട്സ്ആപ്പ് കോൾ മുഖേന ബന്ധപ്പെടാൻ ശ്രമിച്ചത് ജാമ്യ വ്യവസ്ഥയുടെ 5-ാം ഉപാധിയുടെ ലംഘനമായി പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അന്വേഷണവുമായി സഹകരിക്കുക, അതായിരുന്നു മറ്റൊന്ന്. പോലീസ് ആവശ്യപ്പെടുമ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. ഈ ഉപാധികൾ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കി വീണ്ടും റിമാൻഡ് ചെയ്യാൻ കോടതിക്ക് അധികാരമുണ്ട്. അതുപോലെ എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10-നും 11-നും ഇടയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് മുന്നിൽ എത്തി ഒപ്പിടണം. രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണം എന്നിങ്ങനെയാണ് ഉപാധികൾ. ഏതായാലും ആ ഉപാധികളിൽ ഒന്നാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ലംഘിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൃത്യമായിട്ട് ഫോൺ വിളിച്ചതിന്റെ അടക്കം സ്ക്രീൻഷോട്ട് സഹിതമാണ് ഇപ്പോൾ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതിക്കാരി നേരിട്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായിരിക്കുന്നത്. ഏതായാലും 27-നാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഇല്ല എന്ന് തെളിയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചാൽ ജാമ്യത്തിൽ തുടരാം, അല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കാനായിട്ട് കോടതിക്ക് സാധിക്കും. അത്തരത്തിലൊരു കടുത്ത തീരുമാനം കോടതി എടുക്കുമോ വീണ്ടും രാഹുലിനെതിരെ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്.